പൊടിക്കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കറിയാം ഇപ്പം നമുക്ക് നമ്മളെ തന്നെ നോക്കാൻ നേരം കാണത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നും മുടിയും ഒക്കെ ഒരു പരുവായി കാണും. അതുകൊണ്ട് ഞങ്ങൾ രണ്ടമ്മമാരും കൂടെ കൂടി കുറച്ച് കേശ സംരക്ഷണമൊക്കെ ചെയ്യാമെന്ന് കരുതി. അപ്പുറത്തെ വീട്ടിൽ പോയി ചോദിച്ച് കുറച്ച് ചെമ്പരത്തിയിലയും പൂവും ഒക്കെ പറിച്ചെടുത്തു. അപ്പം മനസ്സിലായി കാണുമല്ലോ, താളി തന്നെ ലക്ഷ്യം. കൃത്യസമയത്ത് ഉറക്കം എണീറ്റ് അലമ്പുണ്ടാക്കുന്ന ഞങ്ങളുടെ കുഞ്ഞിപ്പൈതങ്ങളെയൊക്കെ അമ്മേനെയും ചാച്ചനെയും ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ കാര്യമായിട്ട് താളി ഉണ്ടാക്കലിലേക്ക് കടന്നു. അങ്ങനെ ചെമ്പരത്തിപ്പൂവും ഇലയൊക്കെ നന്നായിട്ട് കഴുകി ഒലച്ചെടുത്തു. എന്നിട്ട് കൈകൊണ്ട് ഞെരടിയെടുത്തു. പണ്ട് ചെറുപ്പത്തിൽ എപ്പോഴോ താളിയൊക്കെ ഉപയോഗിച്ച ഓർമ്മയാണ്. പിന്നെ എങ്ങോട്ട് ഇങ്ങനത്തെ ചുമന്ന ചെമ്പരത്തിയൊക്കെ ഞങ്ങളുടെ പരിസരത്തൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ വന്ന് താമസിച്ചു കഴിഞ്ഞ് അടുത്ത വീടുകളിലൊക്കെ ചുമന്ന ചെമ്പരത്തിയൊക്കെ ഉണ്ടായിട്ടും ഒറ്റയ്ക്ക് ചെയ്യാനുള്ള മടിയൊക്കെ കൊണ്ട് ഇതൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷെ നാത്തൂനൊക്കെ വന്നപ്പോഴാണ് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നത്. അങ്ങനെ ജിയക്കുട്ടി ഉറക്കം എണീറ്റ് വന്ന് ചാച്ചപ്പൻ്റെ കയ്യിലിരുന്നു. തലയിലുണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ മാറാൻ ഏറ്റവും നല്ലതാണ് നമ്മുടെ ഈ കറ്റാർ വാഴയുടെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് തലയിൽ തേച്ച് മസാജ് ചെയ്യുന്നത്. അതെങ്ങനെ മുടി മൊത്തം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. എൻ്റെ അമ്മ ഈ ആൻറ്റി എന്തോ ചെയ്യുക എന്ന് മട്ടി നോക്കുന്ന ലൂലുപ്പനെ കണ്ടു. അതിനുശേഷം താളി ഒഴിച്ച് നന്നായിട്ട് തല കഴുകിയെടുത്തു. ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തലയ്ക്ക് നല്ലൊരു സുഖം കിട്ടും, മനസ്സിനും ശരീരത്തിനും ഒരു നല്ല റിലാക്സേഷൻ. എനിക്ക് നാത്തോന്നും ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയത് ഞങ്ങളുടെ കുഞ്ഞിപ്പൈതങ്ങളുടെ ഉത്തരവാദിത്തം ചാച്ചനും അമ്മയെ ഏറ്റെടുത്ത് ഒതുക്കി കിടത്തിയോണ്ടാണ്.